ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീതു ഇന്ന് ഗോവിന്ദൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ വന്നിരിക്കുന്നത് തൻ്റെ ആ മേടത്തെ കാണാനാണ്. അങ്ങനെ വിജയലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം പെയ്ത് തീർക്കാനായിട്ടുള്ള ആ ഒരു വ്യഗ്രതയോട് കൂടി നമ്മുടെ ഗീതു ആ മേടത്തിനോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ മേടവും പറഞ്ഞു, ഇത് നിനക്ക് ഈശ്വരനായിട്ട് കൊണ്ടു തന്നൊരു അവസരമാണെന്ന്. അപ്പം തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ മേഡത്തിൻ്റെ മുന്നിൽ ഞാനൊന്ന് കരഞ്ഞു തീർത്തോട്ടെ എന്ന് ഗീതു ചോദിച്ചപ്പോൾ, നിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പെയ്ത് തീരുന്നത് വരെ നീ കരഞ്ഞോളാൻ ആ മേഡം നമ്മുടെ ഗീതുവിനോട് പറയാം. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിലെ ആ ഒരു വിങ്ങൽ അതെല്ലാം അറിയാതെ പുറത്തേക്ക് വന്നു. അങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ആ മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പെയ്തിറക്കുക. അങ്ങനെ ഗീതു കരയുന്നത് കാണുന്ന ആ മേഡത്തിൻ്റെ ഉള്ളിലെ വാശിയും വൈരാഗ്യവും ദേഷ്യവും 10 മടങ്ങ് ശക്തിയോടുകൂടി ഉയരങ്ങളിലേക്ക് പറക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മേഡം ഗീതുവിനോട് പറഞ്ഞു, മോളെ, എന്തിനും ഏതിനും ഞാനുണ്ടാകും നിൻ്റെ കൂടെ. നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനുണ്ടാകും നിൻ്റെ വിജയം നേടുന്നതുവരെ. രാധികയല്ല, എത്ര വലിയ ശത്രുക്കൾ നിൻ്റെ ജീവിതത്തിൽ നിന്നെ തറ പറ്റിക്കാൻ വന്നാലും ആരെയും ഞാൻ നിൻ്റെ നിഴൽവട്ടത്ത് പോലും അടുക്കാനായിട്ട് അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ മേഡം ഇങ്ങനെ പറയും. അപ്പോൾ ആ മേഡം അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു പവർ ഒക്കെ വരുന്നു. ഗീതു പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ് മേഡത്തിന്, എനിക്ക് 100 വട്ടം വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി അങ്ങോട്ടൊരു പ്രതിസന്ധികളും ഉണ്ടാകില്ല എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയണം. അങ്ങനെ മേഡം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ശത്രുക്കൾക്കും മേൽ വിജയം തനിക്ക് ഉറപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയാം. അപ്പോൾ ഗീതു ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ആ മേഡത്തിനും കുറച്ചുകൂടി പോസിറ്റീവ് എനർജിയായി. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗീതു ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ആ സങ്കടം അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൂടുതൽ ഒരു ഊർജ്ജമായി നമ്മുടെ ഗീതുവിന്. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിനുള്ള ചായ കൊണ്ടുവന്നു. ഇപ്പോൾ ചായ കുടിച്ചു. 2 പേരും കൂടി ഇരുന്ന് ചായ കുടിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, ധൈര്യമായിട്ട് നീ പൊയ്ക്കോ. നിൻ്റെ ഏത് സാഹചര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഒരു വാക്ക് നീ ഒന്ന്, അല്ലെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. ആ വാക്കിൻ പുറത്ത്, അല്ലെങ്കിൽ ആ വിളിയുടെ പുറത്ത് ഞാൻ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് മേഡം നമ്മുടെ ഗീതുവിന് ഉറപ്പും കൊടുക്കുന്നു. അങ്ങനെ ആ മേഡത്തിൻ്റെ ധൈര്യത്തിൽ നമ്മുടെ ഗീതു വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഗീതു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഈ സമയത്താണ് റൂമിലേക്ക് എത്തിയ ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നത്, അതായത് ഈ രാധികയെ തകർക്കാനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആലോചനയുമായിട്ടിരിക്കുന്ന നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് എന്തെല്ലാം വഴികളാണോ ഉരുത്തിരിഞ്ഞ് വരുന്നതെല്ലാം വരുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു തട്ടുമുട്ട് ശബ്ദം കേട്ടു. പെട്ടെന്നാണ് ഗീതു അത് രാധികയാണെന്ന് ഗീതുവിന് തോന്നിയത്. അപ്പോൾ രാധിക എന്തായാലും ഇവരുടെ ബെഡ്റൂമിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഒളിഞ്ഞു നോക്കാൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങാണ്ട് വന്നതാണെന്നാണ് ഗീതു വിചാരിച്ചത്. ഗീതു എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ കിടന്നൊരു തലേണ അങ്ങെടുത്ത് കയ്യിലേക്ക് അങ്ങ് പിടിച്ചിട്ട് ഭയങ്കര പ്രകടനം അങ്ങ് നടത്താൻ തുടങ്ങി. തലേണെ കെട്ടിപ്പിടിക്കുന്നു, തലേണെ ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഗീതു ശബ്ദമുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുന്ന ആൾ വിചാരിക്കണം, ഇവിടെ അകത്ത് ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര സ്നേഹപ്രകടനങ്ങളും അതുപോലെ നല്ല ലവബിളായിട്ട് ഇടപെടുകയാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് പാവം നമ്മുടെ ഗീതു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഗീതുവിന് കഷ്ടകാലം എന്ന് പറയാൽ അത് കണ്ടുകൊണ്ട് വന്നത് ഗോവിന്ദായിപ്പോയി. അപ്പോൾ രാധികയാണെന്ന് തെറ്റിദ്ധരിച്ച് ഗീതു ചെയ്തതെല്ലാം ഗോവിന്ദാ കണ്ടത്. ഗോവിന്ദ് വന്ന് വാതിൽ തുറങ്ങിയപ്പോൾ തലേണ തുറന്നപ്പോൾ വാതിൽ തുറന്ന ഗോവിന്ദൻ കാണുന്നത് ഈ തലേണ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് തലേണയെ ഉമ്മ വയ്ക്കുന്ന ഗീതുവിനെയാണ്. ഇത് കണ്ടപ്പോൾ അയ്യേ, ഇവളെന്താ ഇങ്ങനെ, എടി ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വിളി ഗോവിന്ദ്. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഞെട്ടി എഴുന്നേറ്റു. തലേണയും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണോ, ഓടണോ നിൽക്കണോ ചാടണോ ഇതൊന്നും അറിയാതെ ഗീതു ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ചമ്മി വിളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുക. നീ എന്തൊക്കെ തോന്നിയവാസമാടി ഇവിടെ ഇരുന്ന് കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് അന്നേരത്തേക്കും ഗീതുവിനോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഗീതുവിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഗീതു കിടന്ന് ഇങ്ങനെ ഉരുളുക. നീ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം, എന്നെ പ്രലോഭിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ എടി. നീ ഇനി എന്തെല്ലാം ചെയ്താലും നിൻ്റെ ഓരോ പ്രലോഭനങ്ങളിലും ഞാൻ വീഴില്ല മോളെ. എന്നെ മെരുക്കിയെടുക്കാമെന്ന് നീ വിചാരിക്കുകയും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞപ്പോൾ, അതൊക്കെ ഗോവിന്ദ് സാറിൻ്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞു ഗീതു. തോന്നലാണോ ഓടി, തോന്നലാണോ എന്നും ചോദിച്ചു ഗോവിന്ദ് ദേഷ്യപ്പെട്ടപ്പം, സാറിനെ മെരുക്കിയെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് ഗീതു പറഞ്ഞു. പിന്നെ ഞാനതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ സാർ ഇങ്ങനെ നല്ല ഒന്നാന്തരമായിട്ട് എൻ്റെ പിന്നാലെ വരുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ നോക്കി. പക്ഷേ ഗോവിന്ദ് ആരാ പൊന്നുമൻ, അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. നീ ഒന്ന് ശ്രമിച്ച് നോക്കടി, അതാടി ഇതാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഓരോന്നിങ്ങനെ പറയാം.
എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഗീതു അങ്ങ് ഇറങ്ങിപ്പോയി. ഗീതു ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ ഉള്ളിൽ എവിടെയോ ഗീതുവിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ആ സ്നേഹം, കരുതൽ, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അമ്മയെയും അനിയനെയും പേടിച്ച് അതൊന്നും പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ കാര്യങ്ങൾ ഓർത്തിങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പ്രിയയെ കൊണ്ട്, ഇത്രയും ദിവസം പണിയെടുത്ത് മടുത്തല്ലോ അമ്മയച്ഛനും, അങ്ങനെ പ്രിയയെ കൊണ്ട് ഓരോ പണിയൊക്കെ ചെയ്യിക്കുക. അപ്പോൾ പ്രിയ ഇങ്ങനെ ചെയ്യുന്നത് നോക്കി ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും വിനോദ് ഇറങ്ങി വരുന്നു. വിനോദിനെ കണ്ടപ്പോഴേക്കും പ്രിയയ്ക്ക് ഇച്ചിരി അവശത കൂടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വിനോദ് വേഗം അമ്മ അച്ഛാ നിങ്ങൾ എന്തു പണി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ ഞങ്ങളെ കുറേ നാൾ പഞ്ഞിക്കിട്ടതല്ലേ, അവളങ്ങ് അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നിൽക്കുമ്പം, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രിയ വഴി എനിക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് സ്വത്തുണ്ട്. ആ സ്വത്തുക്കളൊക്കെ ഞാനൊന്ന് മേടിച്ചെടുത്തോട്ടെ. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഗുണം കാരണം അതെനിക്കില്ലാതാക്കി കളയരുത്. ദൈവത്തെ വിചാരിച്ച് അത് കിട്ടുന്നത് വരെയെങ്കിലും നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നിൽക്കാവോ? എനിക്കതൊന്ന് നേടിയെടുക്കാനൊരവസരം നിങ്ങളുണ്ടാക്കി തരാവോ? അത് കിട്ടുന്നത് വരെ പ്രിയയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് ഇതിനു മുൻപും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിങ്ങൾ പ്രിയയെ ഇതുപോലെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ വിനോദ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അപ്പുറം മാറി നിന്ന് നമ്മുടെ പ്രിയ വീക്ഷിക്കുന്നുണ്ട്. പ്രിയയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്, സന്തോഷവും. കാരണം ഭർത്താവ് തന്നെ തൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അതായത് കാശ് മോഹിച്ച്. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനും അവിടെ ശരിക്കും പറഞ്ഞാൽ ഭായിമാർ പണിയെടുക്കുന്നത് പോലെ എടുത്തോളും. അതുമാണ് ബംഗാളികളായി കിടന്ന് പണിയെടുക്കാൻ ഇനിയിപ്പോൾ അവരെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും ആ ഒരു വാക്ക് കേട്ടതും മോനെ എടുത്തുചാട്ടമായി പോയോടാന്ന് ചോദിച്ചു. തീർച്ചയായും എടുത്തുചാട്ടമായി പോയെന്ന് മകൻ പറഞ്ഞു. വേഗം ഓടിച്ചെന്ന് മരുമകളുടെ കയ്യിലിരുന്ന സൂത്രമൊക്കെ മേടിച്ച് പിന്നെ പണിയങ്ങ് ആരംഭിച്ചു രണ്ടുപേരും കൂടി. പണിയോ പണി. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ രസകരമായിട്ട് നടക്കുന്നു. ഈ സമയത്താണ് ഈ രഘുറാമിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഗോവിന്ദനെ കാണാൻ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനോട് സംസാരിച്ച് വന്ന കൂട്ടത്തിലും ഈ നമ്മുടെ കിഷോറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോഴേക്കും ഗീതു അതുവഴി വന്ന് ഇവരുടെ സംസാരം കാണാൻ ഇടയായി. അതായത് മഹേഷ് വന്നതല്ലേ, അപ്പോൾ ഗീതു അത് കേൾക്കാൻ ഇടയായി. ഗീതു ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുക. അപ്പോൾ ഈ കിഷോറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗീതുവിനെ കിഷോറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് 1 കോടി രൂപ കൊടുത്തതും പിന്നീട് സംഭവിച്ചതായ കാര്യങ്ങളുമെല്ലാം ഈ മഹേഷ് ഗോവിന്ദനോട് പറയുക. അപ്പോൾ ഗോവിന്ദനോട് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര ദേഷ്യം. പക്ഷേ എങ്ങനെയെങ്കിലും ഗീതു സത്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ കാശ് മേടിച്ച് ഗീതുവിനെ കിഷോർ ചതിക്കുകയായിരുന്നു എന്നുള്ളത് ഗീതു അറിയണം. പക്ഷേ ആ പൈസ നീ പോലും അറിയാതെ കിഷോറിന് കൊടുത്തത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ആ 1 കോടി രൂപ കിഷോറിന് കൊടുത്തത് നീ അറിഞ്ഞിട്ടുള്ളതല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു ഞെട്ടിപ്പോയി. അപ്പോൾ ഇത്രയും ദിവസം ഗോവിന്ദ് സാറിനെ വെറുത്തതും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കലിപ്പ് കാണിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നുള്ളൊരിതിൽ. അപ്പോൾ ഗോവിന്ദൻ ഇതിനകത്ത് നിരപരാധിയാണെന്ന് അറിഞ്ഞു നമ്മുടെ ഗീതു നേരെ ബാത്റൂമിലേക്ക് ഓടി. അതായത് റൂമിൽ പോയി ബാത്റൂമിൽ കയറി നിന്ന് അങ്ങനെ ആകെ ചിന്തിച്ച് തല പുകഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് ഗോവിന്ദൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ഗോവിന്ദൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഗീതു ഗോവിന്ദനെ ഒറിജിനലായിട്ട് പ്രണയിച്ച് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കി നമ്മുടെ നാളത്തെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.